എല്ലാവർക്കും പഠിപ്പുര മാത്സ് ട്യൂഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് ഭിന്നസംഖ്യകൾ എന്ന പാഠഭാഗത്തിലെ കുറച്ച് പ്രവർത്തനങ്ങളാണ്. ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ചതുരം വരച്ച് ഈ ഗുണനഫലങ്ങൾ കണക്കാക്കുക. മനസ്സിലായി എന്താ ക്വസ്റ്റ്യൻ? ചതുരം വരച്ച് ഈ ഗുണനഫലങ്ങൾ കണക്കാക്കുക. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടല്ലേ, 1/2 ഗുണിക്കണം 1/4. അപ്പൊ ഈ 1/2 ഗുണിക്കണം 1/4 നമ്മൾ എങ്ങനെ കണക്കാക്കുന്നത്? ചതുരം വരച്ച് കണക്കാക്കാം. മറ്റേ എങ്ങനെ കണക്കാക്കാം? ഗുണിച്ചിട്ട് ചെയ്യാം. പക്ഷെ ഇവിടെ എന്താ ചെയ്യുന്നത്? ചതുരം വരച്ചിട്ടാണ് അത് കണക്കാക്കേണ്ടത്. ചെയ്താലോ? ആദ്യം എന്ത് ചെയ്യണം? ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഇഷ്ടമുള്ള അളവിൽ എന്ത് ചെയ്യാം? ഒരു ചതുരം വരക്കാം. ഞാനൊരു ചതുരം വരച്ചു. ഞാൻ അളവൊന്നും എടുക്കുന്നില്ല, അളവെടുക്കാതെ തന്നെ ഒരു ചതുരം വരച്ചു. എന്നിട്ട് എന്ത് ചെയ്യും? നോക്കിയേ, 1/2 നോക്കിയേ, 1/2 ഭാഗമാക്കണം അല്ലെ. 1/2 ഗുണിക്കണം 1/4 തന്നിട്ടുള്ളത്. അപ്പൊ ആദ്യം എന്ത് ചെയ്തു? ഈ ഒരു ചതുരത്തിനെ ഞാൻ 2 ഭാഗങ്ങളാക്കി, 2 തുല്യ ഭാഗങ്ങളായി സമഭാഗം ചെയ്തു. മനസ്സിലായില്ലേ? അപ്പൊ ഇത് എത്രയായിരിക്കും? 2ൽ 1 ഭാഗം അല്ലെ. ഈ വലിയൊരു ചതുരത്തിന്റെ 2ൽ 1 ഭാഗമാണ് ഇത്. ഇനി എന്ത് ചെയ്യണം? ഈ 2ൽ 1 ഭാഗത്തെ നമ്മൾ എത്രയായി സമഭാഗം ചെയ്യണം? 4 ഭാഗമായി മാറ്റണം അല്ലെ. 4 ഭാഗമായി മുറിക്കണം. അതിനെന്ത് ചെയ്തു? അടുത്തൊരു ചതുരം വരച്ചു. ഇതേ ചതുരം തന്നെ ഞാൻ എന്ത് ചെയ്തു? ഒന്നുകൂടെ വരച്ചു. എന്നിട്ട് നടുക്കെ ഛേദിച്ചു. എന്നിട്ട് ഇതിനെ നമ്മൾ തുല്യമായി എത്രയായി വിരിച്ചു? 4 ഭാഗങ്ങളാക്കി അല്ലെ. തുല്യമായി 4 ഭാഗങ്ങളാക്കി. കണ്ടോ? 1 2 3 4 അല്ലെ. ഈ ഒരു വലിയ ചതുരത്തിന്റെ 2ൽ 1 ഭാഗത്തെ നമ്മൾ എത്ര ഭാഗമാക്കി? 2ൽ 1 ഭാഗത്തെ നമ്മൾ എത്ര ഭാഗമാക്കി? 4ൽ 1 ഭാഗമാക്കി മാറ്റി. മനസ്സിലായില്ലേ? അപ്പൊ ഇതെങ്ങനെ വരും? 1/2 ഗുണിക്കണം 1/4 അല്ലെ. ഈ 1/2ന്റെ 4ൽ 1 ഭാഗമാക്കി നമ്മൾ ഇതിനെ മാറ്റി. ഇവിടെ നോക്കിയേ, നമുക്ക് ഇതെങ്ങനെ കണക്കാക്കാം? ഈ ഒരു വശം, ഇതിന്റെ ഏത് വശമാണെങ്കിലും എന്തായിരിക്കും? 1/2 ഗുണിക്കണം 1/4 ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഈ ബാക്കിയുള്ള വരകൾ ഇങ്ങനെ ഇങ്ങോട്ട് നീട്ടി വരച്ചാൽ മതി. മനസ്സിലായില്ലേ? നമുക്കറിയാം ഇതും ഇതും തുല്യമാണ് അല്ലെ. നമ്മ കൃത്യം അളവിലാണ് എന്ത് ചെയ്യുന്നത്? ഈ ചതുരത്തിന് 2 ഭാഗങ്ങളാക്കിയത്. അപ്പൊ ഇവിടെ വരച്ച പോലെ തന്നെ ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാം? വരക്കാം. ഇപ്പൊ എത്ര ഭാഗം കിട്ടി? 1 2 3 4 5 6 7 8 8ആയില്ലേ? അപ്പൊ ഇതിന്റെ ഈ വലിയൊരു ചതുരത്തിന്റെ ഈ ഒരു ഭാഗം നമ്മൾ എത്രയായിരിക്കും? 8ൽ 1 ഭാഗമായിരിക്കും. എത്രയായിരിക്കും? 8ൽ 1 ഭാഗം. ഇനി നമുക്ക് എങ്ങനെ എഴുതാം? 1/2 ഗുണിക്കണം 1/4 സമം 1 ഗുണിക്കണം 1/2 ഗുണിക്കണം 4 അല്ലെ. ഗുണനഫലത്തിന് എങ്ങനെ എഴുതാം? 1/2 ഗുണിക്കണം 1/4 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇത് ഗുണനഫലം ചെയ്യുമ്പോൾ കിട്ടും 1/8 അല്ലേ. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? 1/3 ഗുണിക്കണം 1/6. എന്ത് ചെയ്യേണ്ടത്? ചതുരം വരച്ചിട്ട് നമ്മൾ കണക്കാക്കേണ്ടതാണ് അല്ലെ. അപ്പൊ എന്താ ചെയ്യുന്നത്? 3ൽ 1 ഭാഗത്തെ അല്ലെ 6ൽ 1 ഭാഗമാക്കി മാറ്റണം. മാറ്റിയാലോ നമുക്ക്? ആദ്യം ഒരു ചതുരം വരച്ചു അല്ലെ. ആ ചതുരത്തിൽ നമ്മൾ എത്ര ഭാഗമാക്കണം? 3 ഭാഗമാക്കി അല്ലെ. 1 2 3. മനസ്സിലായില്ലേ? അപ്പൊ ഇതിന്റെ 1 ഭാഗം നമ്മൾ എത്രയായിരിക്കും? 3ൽ 1 ഭാഗമല്ലേ. അതെ. ഇനി എന്ത് ചെയ്യണം? ഈ 3ൽ 1 ഭാഗത്തെ നമ്മൾ എത്രയാക്കണം? 6ൽ 1 ഭാഗമാക്കി മാറ്റണം. മനസ്സിലായില്ലേ? കുറച്ച് വലുതായിട്ട് എന്ത് ചെയ്യുക? വരക്കുക. കുറച്ച് വലിയ ചതുരത്തിനെ വരച്ചിട്ട് അല്ലേ 3 തുല്യ ഭാഗങ്ങളാക്കി. അറിയാം ഇതെത്രയാണ്? ഇത് 3ൽ 1 ഭാഗമാണ്. ഇത് 2 ചേർത്താൽ 3ൽ 2 ഭാഗം അല്ലേ. ഇത് 3 ചേർത്താലോ 3ൽ 3 ഭാഗം. മനസ്സിലായില്ലേ? അങ്ങനെ. അപ്പൊ ഇതൊന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ട് എത്രയാണ്? 3ൽ 1 ഭാഗം നമുക്കറിയാം. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണമെങ്കിൽ 6 സമഭാഗങ്ങളാക്കണം. ആക്കിയാലോ? 6 തുല്യ ഭാഗങ്ങളാക്കണം. 1 2 3 4 5. ഓക്കെ. എത്ര ഭാഗങ്ങളിലേക്ക്? 1 2 3 4 5 6. അപ്പോൾ ഈ 3ൽ 1 ഭാഗത്ത് നമ്മൾ എത്രയാക്കി? 6ൽ 1 ഭാഗമാക്കി മാറ്റി. മനസ്സിലായില്ലേ? ഇനി എന്ത് ചെയ്യണം? നമുക്ക് ഈ ഒരു കളം കണ്ടുപിടിക്കണം അല്ലെ. ഈ ഒരു ചെറിയൊരു ചതുരം, ഈ ചെറിയൊരു ചതുരം എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഇവിടെ വരച്ച പോലെ തന്നെ ഇവിടെയും എന്ത് ചെയ്യാം? ഇങ്ങോട്ട് നീട്ടി വരക്കുക.
കണ്ടോ? ഇങ്ങോട്ട് എന്ത് ചെയ്തു? നീട്ടി വരച്ചു. കണ്ടില്ലേ? അപ്പൊ ഇതേപോലെ തന്നെ ഇവിടെ എത്ര ഭാഗങ്ങളാക്കി? 6 ഭാഗങ്ങളാക്കി. അതിനും ഇവിടെയും അല്ലേ? ഇതിനെയും എന്താക്കി? 6 ഭാഗങ്ങളാക്കി അല്ലേ? അപ്പൊ ഒരു ചതുരത്തിന് ആദ്യം എത്ര? 3 സമഭാഗങ്ങളാക്കി. അതിൽ ഒന്നിന് എന്ത് ചെയ്തു? വീണ്ടും നമ്മൾ 6 ഭാഗങ്ങളാക്കി അല്ലേ? 6 ഇല്ലെങ്കിൽ ചെറിയ ചതുരങ്ങളാക്കി മാറ്റി. അതേപോലെ തന്നെ 3നും എന്ത് ചെയ്തു? നമ്മൾ ഇങ്ങനെ 6 ചെറു ചതുരങ്ങളാക്കി മാറ്റി. മനസ്സിലായില്ലേ? അപ്പൊ ഇനി ഇതിന്റെ ഒരു ഭാഗം എത്രയാണെന്ന് കണ്ടുപിടിച്ചൂടെ? നമുക്കറിയാം ഈ വലിയൊരു ചതുരത്തിന്റെ അല്ലെ ഈ ചെറിയൊരു ഭാഗം എത്ര ഭാഗം എന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? എണ്ണി നോക്കിയാൽ പോരെ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18. അപ്പൊ ടോട്ടൽ എത്ര ചെറിയ ചതുരങ്ങളുണ്ട്? 18 ചതുരങ്ങളുണ്ട് അല്ലേ? അപ്പോ ഈ 18 ചതുരങ്ങളിൽ ഇത് എത്ര ഭാഗം എങ്ങനെയാ കണ്ടുപിടിക്കുക? 18ൽ ഒരു ഭാഗം. മനസ്സിലായില്ലേ? ഈ 18 ചതുരങ്ങളിൽ ഇതെത്ര ഭാഗം? 18ൽ ഒരു ഭാഗം. മനസ്സിലായില്ലേ? ഇനി ഇതിന്റെ ഗുണനഫലം എങ്ങനെയാ ചെയ്യുന്നത് നോക്കിയേ. 1/3 ഗുണിക്കണം 1/6 സമം എത്ര കിട്ടും? 1 ഗുണിക്കണം 3/3 ഗുണിക്കണം 6 സമം 1/18. മനസ്സിലായില്ലേ? 18ൽ ഒരു ഭാഗം. അതല്ലേ നമുക്ക് ഇവിടെ കിട്ടിയത്. ടോട്ടൽ എത്ര ചെറിയ ചതുരങ്ങളുണ്ട്? 18 ചെറിയ ചതുരങ്ങളുണ്ട്. മൊത്തം ചെറിയ ചതുരത്തിൽ ഇത് എത്ര ഭാഗം എന്ന് വെച്ചാൽ എത്രയാണ്? 18ൽ ഒരു ഭാഗം. മനസ്സിലായില്ലേ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 1/5 ഗുണിക്കണം 1/8 അല്ലെ? 5ൽ ഒരു ഭാഗത്തെ 8ൽ ഒരു ഭാഗമായി മാറ്റണം. എന്ന് നമുക്ക് ചതുരം വരച്ച് കണ്ടുപിടിക്കാം. ആദ്യം ചതുരം വരച്ചു അല്ലേ? ആദ്യം ചതുരം വരച്ചു. ആ ചതുരത്തിന് എത്ര ഭാഗമാക്കി? ആദ്യം 5 സമഭാഗമാക്കി അല്ലേ? 1 2 3 ഒന്നും കൂടെ ഞാനിവിടെ ചേർക്കുന്നുണ്ട്. കണ്ടോ? 1 2 3 4 5 അല്ലേ? 5 ഭാഗമാക്കുന്നെങ്കിൽ എത്ര വര വരച്ചാൽ മതി? 4 വരകൾ വരച്ചാൽ മതി. കണ്ടോ? 1 വര 2 വര 3 വര 4 വര. 4 വര വരക്കുമ്പോൾ 5 കളങ്ങൾ കിട്ടും. ഇനി എന്ത് ചെയ്യണം? ഇത് നടന്ന് നോക്കിയേ. 1 2 3 4 5 സമഭാഗങ്ങളാക്കി. ഈ ഒരു വലിയ ചതുരത്തിന് നമ്മൾ എത്ര സമഭാഗങ്ങളാക്കി? 5 ആക്കി. അപ്പൊ അതിൽ ഇതൊന്നും നമുക്ക് എത്രയായിരിക്കും? 5ൽ ഒരു ഭാഗമല്ലേ? അതെ. ഈ ഒരു അല്ലെ ചെറിയ ചതുരം എന്ന് പറയുന്നത് എത്രയാണ്? ഈ വലിയൊരു ചതുരത്തിന്റെ 5ൽ ഒരു ഭാഗമാണ് അല്ലേ? ഇനി എന്ത് ചെയ്യാം? ഈ 5ൽ ഒരു ഭാഗത്ത് നമ്മൾ ആദ്യം എത്രയായി മുറിക്കുന്നുണ്ട്? 8 ഭാഗങ്ങളാക്കുന്നുണ്ട്. എത്രയാക്കുന്നുണ്ട്? 8 ഭാഗങ്ങളാക്കുന്നുണ്ട്. കണ്ടോ? ഒന്ന് 2 3 4 അല്ലേ? ഇപ്പൊ നമ്മൾ നേരത്തെ വരച്ചതാണ് ഇപ്പൊ ഇവിടെ വരച്ചത്. ഇനി ഇതിനൊന്നിനെ നമ്മൾ എത്ര ഭാഗമാക്കി മാറ്റുന്നുണ്ട്? 8 ഭാഗമാക്കി മാറ്റുന്നുണ്ട്. അപ്പോ 1 2 3 4 5 6 7 അല്ലേ? ഇപ്പൊ ടോട്ടൽ എത്ര ഭാഗം നോക്കിയേ? 1 2 3 4 5 6 7 8 അല്ലേ? 7 വര വരച്ച നമുക്ക് എത്ര കളർ കിട്ടും? 8 കളർ കിട്ടും. അപ്പൊ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇതിൽ ഒരു ഭാഗം എത്രയാണെന്ന് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? എത്ര ഭാഗമാണ് ഈ ചെറിയൊരു ചതുരം? അപ്പൊ എന്ത് ചെയ്താൽ മതി? ഈ വരകൾ ഇങ്ങോട്ട് താഴോട്ട് നീട്ടി വരച്ചാൽ മതി. കണ്ടോ? ഇങ്ങനെ ഞാൻ എന്ത് ചെയ്തു? നീട്ടി വരച്ചു കൊടുത്തു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. കണ്ടോ? ഇപ്പൊ നമുക്ക് ഇതേപോലെ തന്നെ കുറേ ചെറിയ ചതുരങ്ങൾ കിട്ടി അല്ലേ? ഇവിടെ നമുക്ക് 8 എണ്ണം ഉണ്ട് അല്ലേ? അതേപോലെ ഇവിടെയും 8 കിട്ടി, ഇവിടെയും 8 കിട്ടി, ഇവിടെയും 8 കിട്ടി, ഇവിടെയും 8 കിട്ടി അല്ലേ? ഇപ്പൊ എണ്ണി നോക്കുക ടോട്ടൽ എത്രയുണ്ടെന്ന്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40. അപ്പൊ എത്ര ചെറിയ ചതുരങ്ങളുണ്ട്? 40 ചെറിയ ചതുരങ്ങളുണ്ട്
അല്ലേ? അപ്പോൾ ഈ ഒരു വലിയ ചതുരത്തിന് നമ്മൾ എത്ര ഭാഗങ്ങളാക്കി? 40 ഭാഗങ്ങളാക്കി. അപ്പൊ ഈ 40 ഭാഗങ്ങളാക്കിയെന്ന് ഈ ചെറിയൊരു ഭാഗം അല്ലേ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഈ വലിയൊരു ചതുരത്തിന്റെ അല്ലേ ഭാഗത്തിൽ നിന്ന് ഈ ചെറിയൊരു ഭാഗം ഈ വലിയൊരു ചതുരത്തിന്റെ എത്ര ഭാഗമാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. എത്ര ഭാഗമായിരിക്കും? ടോട്ടൽ എത്ര ചെറിയ ചതുരമുണ്ട്? 40 അല്ലേ? അപ്പൊ ഇത് എത്രയായിരിക്കും? 40 ഒരു ഭാഗം. മനസ്സിലായില്ലേ? ഈ ഒരു ചതുരം എന്ന് പറയുന്നത് എന്താണ്? 40 ഒരു ഭാഗം. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ചതുരം വരച്ച് കണ്ടുപിടിച്ചതാണ്. ഇനി ഗുണനഫലത്തിന് എങ്ങനെ ചെയ്യാമെന്ന് നമുക്കറിയാം. ഗുണനഫലം ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ? 1/5 ഗുണിക്കണം 1/8. ഒരു വലിയൊരു ചതുരത്തിനെ നമ്മൾ 5 സമഭാഗങ്ങളാക്കി അല്ലേ? ഇതാണ് 5ൽ ഒരു ഭാഗം. അപ്പൊ 1 2 3 4 5. മനസ്സിലായില്ലേ? അതേപോലെ ഇങ്ങോട്ട് 8 അല്ലേ? 1 2 3 4 5 6 7 8 അല്ലേ? ഈ 5ൽ ഒരു ഭാഗത്തെ നമ്മൾ എത്ര ഭാഗമാക്കി മാറ്റി? 8 ഭാഗമാക്കി മാറ്റി അല്ലേ? അപ്പോ ടോട്ടൽ എത്ര ഭാഗങ്ങളുണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കുക? ഇത് ഗുണിച്ചാൽ മതി. 1 ഗുണിക്കണം 1/5 ഗുണിക്കണം 8. എത്ര കിട്ടും? 1 ഗുണിക്കണം 1 പറഞ്ഞാൽ 1, 5 ഗുണിക്കണം 8 പറഞ്ഞാൽ 40. മനസ്സിലായില്ലേ? ഈ ഒരു വലിയൊരു ചതുരത്തിന്റെ 40ൽ ഒരു ഭാഗമാണ് ഈ ചെറിയൊരു ചതുരം തന്നില്ലെങ്കിൽ ചെറിയൊരു ഭാഗം തന്നെ. മനസ്സിലായില്ലേ? ഇത് ഒരു ഭാഗം. ഈ ചതുരത്തിന്റെ എത്ര ഭാഗമാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം അല്ലേ? ഒന്നെങ്കിൽ എന്ത് ചെയ്യാം? ഇങ്ങനെ ചതുരം വരച്ച് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഡയറക്റ്റ് ഗുണനഫലം ചെയ്തിട്ടും കണ്ടുപിടിക്കാം. ഗുണനം ചെയ്തിട്ടും കണ്ടുപിടിക്കാം. കണ്ടുപിടിച്ചില്ലേ? ടോട്ടൽ എത്ര ചെറിയ ചതുരങ്ങളുണ്ട്? 40 ഉണ്ട്. ആ 40ൽ അല്ലേ ഈ ഒരു ചതുരം തന്നത് 40ൽ ഒരു ഭാഗം. മനസ്സിലായില്ലേ? ഈ വലിയൊരു ചതുരത്തിന്റെ എത്ര ഭാഗമാണ് ഈ ചെറിയ ചതുരം? 40ൽ ഒരു ഭാഗം. മനസ്സിലായില്ലേ? ക്വസ്റ്റ്യൻ എന്താ? 1 മീറ്റർ നീളമുള്ള ചരട് 5 സമഭാഗങ്ങളാക്കി. അതിലൊരു കഷ്ണത്തിന്റെ പകുതിയുടെ നീളം എത്ര മീറ്റർ ആണ്? സെന്റിമീറ്ററിലോ? എന്താ ക്വസ്റ്റ്യൻ? 1 മീറ്റർ നീളമുള്ള ചരട് അല്ലേ? 1 മീറ്റർ നീളമുള്ള ചരട് അതിന് എത്ര സമഭാഗങ്ങളാക്കി? 5 ആക്കി. 1 2 3 4 5 അല്ലേ? 5 ആയിട്ട് മുറിച്ചു. 5 ഭാഗമായി മുറിച്ചു അല്ലേ? ഇതെന്താ ക്വസ്റ്റ്യൻ വന്നത്? അതിലൊരു കഷ്ണത്തിന്റെ പകുതിയുടെ നീളം എത്ര? ഇത് നമ്മൾ ഇത് മൊത്തം എത്രയാണ്? 1 മീറ്റർ ആണ്. ഇതിനെ നമ്മൾ എത്ര ഭാഗമാക്കി അല്ലേ? 5 ഭാഗമാക്കി. അപ്പൊ ഇതിലൊന്നും നമ്മൾ എത്രയായിരിക്കും? 5ൽ ഒരു ഭാഗം അല്ലേ? ഈടത്തേക്കിലെ ഇത് അളവ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 5ൽ ഒരു ഭാഗമായിരിക്കും. അപ്പൊ ഇതിന്റെ അല്ലേ ഇതിലൊരു കഷ്ണത്തിന്റെ പകുതിയുടെ നീളം. അപ്പൊ ഇതിന്റെ പകുതിയുടെ നീളം എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇതിന്റെ പകുതിയുടെ നീളം എത്രയാണെന്നാണ് കണ്ടുപിടിക്കുന്നത് അല്ലേ? ഈടത്തേക്കില്ലേ നീളം. ഈടത്തേക്കിന്റെ പകുതി എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ അല്ലേ അറിയേ? അപ്പൊ ഇവിടത്തേക്കുള്ള നീളമാണ് കണ്ടുപിടിക്കേണ്ടത്. കണ്ടുപിടിച്ചാലോ? ആദ്യം ക്വസ്റ്റ്യനിൽ തന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം? എടുത്തെഴുതാം. അപ്പൊ ആദ്യം എഴുതണം ചരടിന്റെ നീളം അല്ലേ? ചരടിന്റെ നീളം സമം എത്രയാണ്? 1 മീറ്റർ. എത്ര സമഭാഗമാക്കി? 5 സമഭാഗങ്ങളാക്കി അല്ലേ? അപ്പൊ 5 സമഭാഗങ്ങളാക്കി അല്ലേ? 5 സമഭാഗങ്ങളാക്കി. അപ്പൊ എത്ര കിട്ടും? 1/5 മീറ്റർ അല്ലേ? 5ൽ ഒരു ഭാഗം അല്ലേ? ഇനി എന്താ വന്നിട്ടുള്ളത്? അതിലൊരു കഷ്ണത്തിന്റെ പകുതിയുടെ നീളം എത്ര? ഈ പകുതി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും അല്ലേ? 1/2 അല്ലേ? ആരാണല്ലേ പറയുന്നത് പകുതി എന്ന് പറഞ്ഞാല്? അപ്പൊ 1/2ന്റെ നീളം അല്ലേ? ഈ 5ൽ ഒരു ഭാഗത്തിന്റെ പകുതിയുടെ നീളം. അപ്പൊ എങ്ങനെ കാണാം? 1/2 ഗുണിക്കണം 1/5 എത്ര കിട്ടും? 1 ഗുണിക്കണം 1/2 ഗുണിക്കണം 5 എത്ര കിട്ടും? 1/10 മീറ്റർ. 1/10 മീറ്റർ. ഇനി എന്താ ക്വസ്റ്റ്യൻ നോക്കിയേ? സെന്റിമീറ്ററിലോ? ഇതിനെ നമുക്ക് ഏതിലേക്ക് മാറ്റണം? സെന്റിമീറ്ററിലേക്ക് മാറ്റണം അല്ലേ? മീറ്ററിൽ നിന്ന് ഏതിലേക്ക് മാറ്റണം? സെന്റിമീറ്ററിലേക്ക് മാറ്റണം. സെന്റിമീറ്ററിൽ എന്ത് കിട്ടും? നമുക്കറിയാം 1 മീറ്റർ സമം എത്ര സെന്റിമീറ്റർ? 100 സെന്റിമീറ്റർ ആണല്ലേ? അപ്പൊ ഇവിടെ എത്ര മീറ്റർ തന്നിട്ടുണ്ട്? 1/10 മീറ്റർ തന്നിട്ടുണ്ട്. അപ്പൊ സെന്റിമീറ്ററിലാക്കാൻ എന്താ ചെയ്താൽ മതി? 100 കൊണ്ട് ഗുണിച്ചാൽ മതി. മനസ്സിലായില്ലേ?
1/10 മീറ്റർ എന്നാണ് തന്നിട്ടുള്ളത്. അതിന്റെ സെന്റിമീറ്ററിലൊക്കെ ആക്കാൻ ചെയ്താൽ മതി, 100 കൊണ്ട് ഗുണിച്ചാൽ മതി. നമുക്ക് എന്നിട്ടും 1 ഗുണിക്കണം 100, 100 ഡിവൈഡ് ബൈ 10 അല്ലേ, ഹരിക്കണം 10. നോക്കിയേ, ഇവിടെ ഒരു 0 ഉണ്ട്, ഇവിടെ ഒരു 0 ഉണ്ട് അല്ലേ, താഴെ മുകളിൽ 0 ഉണ്ട്. അതൊന്നും ചെയ്യാം, കട്ടാക്കി കളയാം. ബാക്കി എന്നിട്ടും 10/1 സമം 10 സെന്റിമീറ്റർ. മനസ്സിലായില്ലേ? ഇങ്ങനെ കട്ടാക്കാൻ അറിഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, 100നെ 10 കൊണ്ട് ഹരിച്ചാൽ മതി അല്ലേ. 10 എടുത്തു, 10ൽ 10 എത്ര പ്രാവശ്യം, ഒരു പ്രാവശ്യം. അപ്പോൾ 10ന്ന് 10 കുറച്ചു, 0 കിട്ടി. ഇവിടെ ഒരു 0 ബാക്കിയുണ്ട്, അതിവിടെ എടുത്തിടുക. അപ്പോൾ അല്ലേ 1/10 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെന്റിമീറ്റർ, 10 സെന്റിമീറ്റർ. മനസ്സിലായില്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 1 ലിറ്റർ പാൽ ഒരേ വലിപ്പമുള്ള 2 കുപ്പികളിൽ നിറച്ചു. അതിലൊരു കുപ്പിയുടെ കാൽഭാഗം എടുത്ത് ചായ ഉണ്ടാക്കി. എത്ര ലിറ്റർ പാലെടുത്താണ് ചായ ഉണ്ടാക്കിയത്? മില്ലി ലിറ്ററിലോ അല്ലേ. എന്താ ക്വസ്റ്റ്യൻ? 1 ലിറ്റർ പാൽ ഒരേ വലിപ്പമുള്ള 2 കുപ്പികളിൽ നിറച്ചു അല്ലേ. ഈ 2 കുപ്പികൾ എന്താണ്, തുല്യ അളവാണ്. അപ്പൊ 1 ലിറ്റർ പാലെടുത്ത് എന്ത് ചെയ്തു, ഈ 2 കുപ്പികളിൽ നിറച്ചു അല്ലേ. 1 ലിറ്റർ പാലെടുത്തിട്ട് ഈ 2 കുപ്പികളിൽ നിറച്ചു. അപ്പൊ ഒരു കുപ്പിയിൽ എത്രയായിരിക്കും ഉണ്ടാവുക, 1/2 ലിറ്റർ ആയിരിക്കും. ചെറിയ കുപ്പിയാണെങ്കിൽ 1/2 ലിറ്റർ ആയിരിക്കും. നമുക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അതെന്ത് ചെയ്യാം, തന്ന കാര്യങ്ങളൊക്കെ എടുത്തെഴുതാം. എന്താ, 1 ലിറ്റർ പാൽ ഒരേ വലിപ്പമുള്ള 2 കുപ്പികളിൽ നിറച്ചു അല്ലേ. അപ്പൊ എന്ത് ചെയ്താം, 1 ലിറ്റർ പാൽ എത്ര കുപ്പികളിലാണ് നിറച്ചത്, 2 കുപ്പികളിൽ അല്ലേ, 2 കുപ്പികളിൽ. അപ്പൊ എങ്ങനെ എടുക്കാം, 1/2 ലിറ്റർ അല്ലേ. 1/2 ലിറ്റർ 2 കുപ്പികളിലല്ലേ നിറച്ചത്. അപ്പൊ 1/2 ലിറ്റർ ആയിട്ട് എന്ത് ചെയ്തു, നിറച്ചു. ഇനി എന്താ ക്വസ്റ്റ്യൻ നോക്കിയേ, അതിലൊരു കുപ്പിയുടെ കാൽഭാഗം എടുത്ത് ചായ ഉണ്ടാക്കി അല്ലേ. അപ്പൊ എന്ത് ചെയ്തു, കുപ്പിയുടെ കാൽഭാഗം എടുത്ത് എന്ത് ചെയ്തു, കുപ്പിയുടെ കാൽഭാഗം എടുത്ത് ചായയുണ്ടാക്കി അല്ലേ. അങ്ങനെയാണെങ്കിൽ എത്ര ലിറ്റർ പാൽ എടുത്തിട്ടാണ് ചായ ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻ അല്ലേ. കുപ്പിയുടെ കാൽഭാഗം എടുത്തെന്ന് പറയുമ്പോൾ 1/4 ഗുണിക്കണം ഒരു കുപ്പിയിൽ എത്രയാ അല്ലേ, 1/2 ലിറ്റർ അല്ലേ, 1/2 സമം നോക്കിയേ, 1 ഗുണിക്കണം 1/4 ഗുണിക്കണം 2 സമം 1/8 ലിറ്റർ അല്ലേ. 1/8 ലിറ്റർ. ഇനി 1/8 ലിറ്റർ നമ്മൾ എന്ത് ചെയ്യണം, എത്രയിലേക്കാ മാറ്റേണ്ടത്, മില്ലി ലിറ്ററിലേക്ക് മാറ്റണം അല്ലേ. ലിറ്ററിലാണ് തന്നിട്ടുള്ളത്, അത് ഏതിലേക്ക് മാറ്റണം, മില്ലി ലിറ്ററിലേക്ക് മാറ്റണം. മാറ്റിയാലോ, എങ്ങനെയാ മാറ്റില്ലേ, നമ്മൾക്കറിയാം 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാ, 1 ലിറ്റർ എന്ന് പറഞ്ഞാല് എത്രയാ, 1000 മില്ലി ലിറ്റർ ആണ് അല്ലേ. 1000 മില്ലി ലിറ്റർ അല്ലേ. അപ്പൊ എന്ത് ചെയ്യാം, 1/8 ലിറ്റർ ആണ് തന്നിട്ടുള്ളത്. അതിന് മില്ലി ലിറ്ററിലേക്ക് ആക്കാൻ എന്ത് ചെയ്താൽ മതി, 1/8നെ 1000 കൊണ്ട് ഗുണിച്ചാൽ മതി. 1/8നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ മതി, 1000 കൊണ്ട് ഗുണിച്ചാൽ മതി. സമം കിട്ടും 1000/8. എത്ര കിട്ടി, 1000നെ 8 കൊണ്ട് ഹരിച്ചാലോ, 1000 ഹരിക്കണം 8 അല്ലേ. ആദ്യം 10ൽ നോക്കാം, എത്ര പ്രാവശ്യം 10ൽ, ഒരു പ്രാവശ്യം 8. അപ്പൊ 8 ഇട്ടോ, 10 നെട്ട് വെച്ച എത്രയാ, 2 20 കിട്ടി അല്ലേ. 10 നെട്ട് വെച്ച 2 ആണ്, ഒരു 0 ഇറക്കി. അപ്പൊ 20ആയി. 20ൽ എത്ര 8 നോക്കാം, നമുക്കറിയാം 8ന്റെ ഗുണിതത്തിൽ 20 തൊട്ട് താഴെ വരുന്ന സംഖ്യ ഉണ്ടോ നോക്കാം. ഉണ്ടല്ലേ, എത്രയാ, ഒരെട്ടിട്ട് 16. അപ്പൊ 2 ഇവിടെ 16 ഇട്ട് കൊടുത്തു അല്ലേ. നോക്കിയേ, 0ൽ 6 കുറക്കാൻ പറ്റില്ല, തൊട്ടടുത്ത സംഖ്യ ഒന്ന് കണ്ടെടുത്തു. അപ്പൊ 0 എത്രയായി മാറും, 10 ആയി മാറും. 10 4 കുറച്ചാൽ എത്രയാ, 4 അല്ലേ. ഈ 2ൽ നിന്ന് 1 കണ്ടെടുത്തിലേക്ക് ഇവിടെ ബാക്കി 1 ഉള്ളൂ. 1 1 കുറച്ചാൽ 0. ഇനി ഒരു 0 കൂടെ ഇറക്കാനല്ലേ, ആ 0 കൂടെ ഇവിടെ ഇറക്കുക. അപ്പൊ എത്രയായി, 40. 8ന്റെ ഗുണിതത്തിൽ 40 ഉണ്ടോ, ഉണ്ടല്ലേ. 8 40. ഈ 40 ഇവിടെ ചേർത്ത് കൊടുത്തു. 40 കുറച്ചാൽ എത്രയാണ്, 0. അപ്പൊ എത്ര മില്ലി ലിറ്റർ, 125 മില്ലി ലിറ്റർ. മനസ്സിലായില്ലേ. 1/8 ലിറ്റർ എന്ന് പറഞ്ഞാൽ 125 മില്ലി ലിറ്റർ.
ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.